എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ കാണുവാനിടയായി തീർന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നാണ് ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കലക്കത്തിൻ്റെ വിഷയങ്ങളൊക്കെ ലോകത്തിലുണ്ടാകും. നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന വിഷയങ്ങളൊക്കെ ലോകത്തിൽ നടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മളുടെ ഹൃദയം അതൊക്കെ കേട്ട് കലങ്ങിപ്പോകണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ ആരാണ്, ദൈവം ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്തിരിവള്ളിയാണ്. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പറ്റത്തുള്ളൂ? ഫലം കായ്ക്കുവാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഫലം കായ്ക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഫലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക, അല്ലെ, നല്ല ഫ്രൂട്ട്സ് പുറത്തോട്ട് വരിക, അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നല്ല ഫലം നിങ്ങൾക്ക് പുറപ്പെടുവിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നടക്കത്തില്ല. നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ദൈവം പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഞാൻ എടുക്കപ്പെടും എന്ന് വെച്ചാൽ ദൈവം സ്വർഗാരോഹണം ചെയ്യും. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ പോയി കഴിയുമ്പോൾ ആര് വരും? സഹായകനായ പരിശുദ്ധാത്മാവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവൻ ആരാണ്? സത്യത്തിൻ്റെ ആത്മാവാണ്. ആ സത്യത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്, ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്നോട് ചോദിച്ചു അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കൂടെ പറഞ്ഞിരിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു വചനഭാഗത്തിലൂടെയൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം, ദൈവം ഒന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. അപ്പോൾ ഈ മുന്തിരിവള്ളിയിൽ നിന്നുവെങ്കിൽ മാത്രമേ, അപ്പോൾ മുന്തിരിവള്ളിയിലുള്ള ആ ഒരു കൊമ്പിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫലം കഴിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് നമ്മൾ ലോകത്തിലോട്ട് ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണല്ലേ. ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് ഒരു കൊമ്പിനെ മുറിച്ചു കളഞ്ഞാൽ എന്താണ്? അതിനകത്തുനിന്ന് ഫലം വരത്തില്ല. അപ്പോൾ ആ കൊമ്പിൽ നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് എന്താണ് അതിന്, ആ മുന്തിരിവള്ളിയിൽ കൊമ്പ് നിൽക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കത്തുള്ളൂ? അതിനകത്തുനിന്ന് ഫലം പുറത്തോട്ട് വരത്തുള്ളൂ. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് ശൂന്യമായി പോകത്തുള്ളൂ, അല്ലേ. അതിങ്ങനെ വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ ഫലം കായ്ക്കാത്ത കൊമ്പിനെ എന്ത് ചെയ്യും? വെട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അതിനെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്കകത്ത് നിന്ന്, പർപ്പസിൽ നിന്ന് അതിനെ അങ്ങോട്ട് മാറ്റിക്കളയും. അതിനെ മാറ്റിക്കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതെന്താണ്? അത് ഉപയോഗശൂന്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കഴിയുമ്പോൾ മാത്രമേ അവന് എന്തുള്ളൂ? ഉപകാരമുള്ളവനായിട്ട് മാറത്തുള്ളൂ. എന്ന് വെച്ചാൽ അവന് ഫ്രൂട്ട്സ്, അല്ലെ, ഫലം പുറപ്പെടുവിക്കുന്നവനായിട്ട് മാറത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ പിന്നെ ഉപയോഗശൂന്യമായി തീരും, അവൻ ഫലമില്ലാത്തവനായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫലം കായ്ക്കുന്നവരാകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവവും നല്ലൊരു ഫ്രൂട്ട്സും നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ദൈവത്തിൽ തന്നെ വസിക്കണം. ദൈവത്തിൻ്റെ ആ ഒരു മുന്തിരിവള്ളിയാകുന്ന ദൈവത്തിൽ തന്നെ നമ്മൾ വസിക്കണം. എന്നാലേ നമ്മൾക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഫലം പുറത്തോട്ട് വരത്തുള്ളൂ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ നിങ്ങളുടെ അടുത്തിലേക്ക് അയക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അവൻ എന്ത് ചെയ്യും? സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരിശുദ്ധാത്മാവിന് മാത്രമേ സത്യസന്ധമായ രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, നമ്മൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവാണ്. ആ സത്യത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യും? നമ്മളിൽ ബോധ്യം വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം എന്താണ്, നീതി എന്താണ്, ഇനി വരാൻ പോകുന്ന ന്യായവിധി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളിലേക്കല്ലേ, നമ്മളിൽ കറക്ഷൻസ് വരുന്നത് ആരാ? കറക്ഷൻസൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യും, അല്ലേ. ചിലതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലൊരു കുത്തുണ്ടാവില്ലേ, അത് ചെയ്യരുതെന്ന് നമ്മളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെയൊക്കെ നമ്മൾക്ക് തോന്നാറില്ലേ? അല്ലെങ്കിൽ ചിലതിനകത്തോട്ടൊക്കെ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളെ വിലക്കുന്നത്, അല്ലേ. ഇതൊക്കെ ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങനെ ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ നേരായ വഴി നമ്മൾക്ക് കാണിച്ചു തരത്തുള്ളൂ. സത്യത്തിൻ്റെ പാതയിലൂടെ നമ്മളെ വഴി നടത്തത്തുള്ളൂ. സത്യം
എന്താണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മളൊക്കെ വഴിതെറ്റിപ്പോകും. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും അവർ പറയുന്നത് ശരി, ഇവർ പറയുന്നത് ശരി, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് കാണിക്കുന്നത് ശരി, ഇപ്പുറത്തുനിന്ന് കാണിക്കുന്നത് ശരി എന്നുള്ളതൊക്കെ നമ്മൾക്ക് തോന്നിപ്പോകും. എന്നാൽ പരിശുദ്ധാത്മാവാണെങ്കിൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നേരായ വഴിയിലൂടെ നമ്മളെ വഴി നടത്തുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുവാൻ നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ല എങ്കിൽ നമ്മൾക്ക് പറ്റത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. കാരണം പല വിഷയങ്ങളും പല വിധത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചുറ്റും വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നിലും ഇടപെടുന്നില്ല എങ്കിൽ കൂടി നമ്മൾക്ക് നൂറ് വിഷയങ്ങൾ ഇങ്ങോട്ട് നമ്മളെ തേടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂട്ടത്തിൽ വേണം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വേണം. ഇല്ല എങ്കിൽ നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. നമ്മൾ വഴി തെറ്റിപ്പോകുമെന്ന് വെച്ചാൽ ഏതാണ് സത്യമെന്ന്, ഏതാണ് നേരായ വഴിയെന്ന് നമ്മൾക്കറിയാതെ നമ്മൾ നാലുപാടും ചിതറിപ്പോകുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എന്താ പറയുക, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇങ്ങനെ അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുമെന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പരിശുദ്ധാത്മാവ് മാത്രമേ നമ്മളെ എന്ത് ചെയ്യത്തുള്ളൂ? സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുകയില്ല എങ്കിൽ നമ്മൾ പലതിലും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ദൈവം ഫൈനലി പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം 3.5 വർഷക്കാലത്തെ ദൈവത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? ദൈവം ജീവിച്ച് കാണിച്ചത് എന്താണ്? ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ച് ജയജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതാണ് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നതല്ലേ. ലോകത്തിൻ്റെ പല മോഹങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരും അല്ലേ. ലോകം പലതും കാട്ടി നമ്മളെ മോഹിപ്പിക്കും. അപ്പോൾ ആ മോഹത്തിലൊന്നും കുടുങ്ങാതെ നമ്മൾക്ക് ജീവിക്കുവാൻ, ഒരു ജയജീവിതം നയിക്കുവാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ജീവിതം അല്ലേ, ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നിട്ട് ആ ലോകത്തെ ജയിച്ചിട്ടാ ദൈവം നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ചുമ്മാ നിന്ന് പ്രസംഗിക്കുകയല്ല ചെയ്തത്. ദൈവം ലോകത്തെ ജയിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കഷ്ടമുണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളുടെ കഷ്ടപ്പാടുകളല്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയിലുള്ള കഷ്ടപ്പാടെന്നൊക്കെയാണ്. അത് മാത്രമാണോ ദൈവം ഉദ്ദേശിച്ചതല്ല. അതുമുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എന്താണ്? പാപ സ്വഭാവങ്ങളല്ലേ. പല ലോകത്തിൻ്റെ മായകളും നമ്മളെ മാടി വിളിക്കുമല്ലേ. അതിലോട്ടൊന്നും പോകാതെ അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കുവാൻ എന്ത് കഴിയും? ദൈവത്തിന് കഴിയും. നമ്മൾക്ക് മനസ്സ് വെച്ചാൽ നമ്മൾക്ക് കഴിയുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് എങ്കിൽ അതിനോടൊക്കെ ജയിക്കുവാൻ നമ്മൾക്ക് കഴിയുമെന്നാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിന്നെ അതിന് മുൻപേ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചോദിച്ചു അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമ്മൾക്ക് തരും. പക്ഷേ അതിനൊരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ എന്നിൽ, അതായത് നമ്മൾ ദൈവത്തിലായിരിക്കണം നമ്മൾ വസിക്കേണ്ടത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഉണ്ടാകണം. വചനം ആരാണ്? ദൈവമാണല്ലേ. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളുണ്ട് എങ്കിൽ, ആ വചനത്തിൽ നമ്മൾ അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്തിച്ഛിച്ചാലും ദൈവം നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്തതൊന്നും ആഗ്രഹിക്കുകയില്ല അല്ലേ. വേണ്ടാത്തതൊന്നും ദൈവത്തോട് ചോദിക്കത്തില്ല അല്ലേ. വേണ്ടുന്നത് എന്താണ്, ചോദിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പഠിപ്പിച്ചു തരും. വചനം നമ്മളെ പഠിപ്പിച്ചു തരും. അതിനനുസരിച്ച് നമ്മൾ ദൈവത്തോട് ചോദിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ദൈവം അത് നമ്മൾക്ക് തരുമെന്നും കൂടിയാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.